ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിലൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു 10-12 അല്ലി വെളുത്തുള്ളി ഒന്ന് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി തൊലി കളഞ്ഞതും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ 8 അല്ലി ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി അതും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടെടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ 750 ഗ്രാം ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഇനി 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി 1 മണിക്കൂറൊന്ന് കഴിഞ്ഞ ശേഷം അടുത്തായിട്ട് ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഉണ്ടല്ലോ, സ്റ്റീംഡ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലോട്ട് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചട്ടിയിൽ നിന്ന് കോരിയിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ടേസ്റ്റിയുള്ള ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.